ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച ചൂടുവെള്ളം അല്പാൽപമായി ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിന് കുഴക്കുന്ന രീതിയിൽ വേണം ഇതും കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. മാവ് നല്ലതുപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്നും ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ചെറിയ ഉരുളകളാക്കി കയ്യിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 2 കൈ കൊണ്ടും ഉരുട്ടിയെടുത്ത് ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാവ് ചപ്പാത്തി പലകയിൽ അല്പം കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാൻ ഈ പലഹാരം 3 ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലും, പിന്നെയുള്ളത് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. മറ്റൊന്നാണ് കൂന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു നീളത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പുറം ഭാഗം മാത്രമായിരിക്കും പെട്ടെന്ന് കുക്കായി നല്ല ബ്രൗൺ കളറാവല്, അകം ഭാഗം കുക്കായെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അകവും പുറവും നന്നായി കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്പസമയം എടുത്തിട്ട് തന്നെ ഇത് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഡാർക്ക് കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതിപ്പോൾ നല്ലതുപോലെ അകവും പുറവും കുക്കായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അരിപ്പൊടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. നല്ല കറുമുറാന്നിരിക്കുന്ന പലഹാരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലൊരു പലഹാരം വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.